നമസ്തേ, എല്ലാവർക്കും ആത്മ പ്രണാമം. നമ്മൾ മന്ത്ര ജപത്തിനായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ജപമാല എന്ന് പറയുന്നത്. ധാരാളം പേരുടെ സംശയമാണ് എങ്ങനെയാണ് ജപമാല ഉപയോഗിച്ച് മന്ത്രം ജപിക്കേണ്ടത്. എന്താണ് ജപമാല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജപം മന്ത്രജപത്തിന് ഉപയോഗിക്കുന്ന മാലയാണത്. മാല നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് വളരെ പവിത്രമായ, വിശിഷ്ടമായ, ദൈവികമായ മന്ത്ര ശക്തികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒന്നാണ് ജപമാല എന്ന് പറയുന്നത്. ജപമാല പലതരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. സ്ഫടികം കൊണ്ടുള്ള ജപമാലയുണ്ട്, തുളസിയുടെ ജപമാലയുണ്ട്, മറ്റ് പല വസ്തുക്കളും ഉപയോഗിച്ചിട്ട് അതിനെ മണിരൂപത്തിലാക്കി മാലയായിട്ട്, ജപമാലയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു ജപമാലയിൽ സാധാരണഗതിയിൽ 108 മുത്തുകളാണുള്ളത്. 108 മുത്തുകളുണ്ട്. ഇതിൽ 108 മുത്ത് കൂടാതെ ഒരു മുത്ത്, ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു മുത്ത് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇത് മേരു അല്ലെങ്കിൽ സുമേരു എന്നാണ് ഈ മുത്ത് അറിയപ്പെടുന്നത്. മേരു അല്ലെങ്കിൽ സുമേരു എന്ന് പറയും. അപ്പൊ 109 മുത്തുകൾ ഒരു ജപമാലയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു മാല ഒരു പ്രത്യേക വസ്തു കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മാതങ്കി സാധനയ്ക്ക് ഉപയോഗിക്കുന്ന ജപമാലയാണ്. അപ്പോൾ ഓരോ പ്രത്യേക ദേവതാ സാധനയ്ക്കും പ്രത്യേക വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടും ജപമാലകൾ നിർമ്മിക്കാറുണ്ട്. സാധാരണ നമ്മൾ വീട്ടിൽ ജപം ചെയ്യുമ്പോൾ സാധാരണ ജപമാലകൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ, ക്ഷേത്രങ്ങളുടെ അടുത്തുള്ള സ്റ്റാളുകളിൽ നമുക്ക് ജപമാല വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ ഓൺലൈനിൽ ഈ ജപമാലകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. പല വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ജപമാലയുണ്ട്. തുടക്കത്തിൽ ജപം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് വസ്തുക്കൾ കൊണ്ടുള്ള മാലയും ഉപയോഗിക്കാം. അതിൽ സ്ഫടികമാലയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്, അത് നമുക്ക് പറയാം. അപ്പൊ എങ്ങനെയാണ് ഈ മാല ഉപയോഗിച്ച് നമ്മൾ ജപം ചെയ്യുക? ഈ ജപമാല നമ്മളുടെ വലത് കൈയിലെ പൃഥ്വിതത്വം പ്രദാനം ചെയ്യുന്ന മോതിര വിരലിലാണ് നമ്മൾ ഇടുക. മോതിര വിരലിൽ ഇടും. ഓക്കെ. എന്നിട്ട് ഇതിനെ നമ്മൾ നീക്കുന്നത് നമ്മൾ അഗ്നിതത്വം പ്രദാനം ചെയ്യുന്ന പെരുവിരൽ അല്ലെങ്കിൽ തള്ളവിരൽ കൊണ്ടാണ്. ഇങ്ങനെ വെച്ചിട്ടാണ്, മറ്റു വിരലുകൾ ഇങ്ങനെ ചേർന്നിരിക്കും. ഇങ്ങനെ വെച്ചിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് മന്ത്രം ജപിക്കുക. ഇപ്പൊ പഞ്ചാക്ഷരിയാണ് ജപിക്കുന്നതെങ്കിൽ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. നമ്മൾ ഒരു മന്ത്രം ജപിക്കുന്ന സമയത്ത് ഇതിലെ ഒരു മണി നമ്മളിങ്ങനെ ഉള്ളിലേക്ക്, അകത്തേക്ക് നമ്മളിങ്ങനെ നീക്കും, അല്ലെ? ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. അങ്ങനെ നമ്മളിങ്ങനെ ജപിച്ച് 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 108ാമത്തെ മുത്ത് വരെ നമ്മളിങ്ങനെ എത്തും. 108ാമത്തെ മുത്തെത്തി, അല്ലെ? 109 സുമേരു അല്ലെങ്കിൽ മേരുവാണ്. എന്നിട്ട് നമ്മൾ ഈ ജപമാലയെ തിരിക്കും. ഇങ്ങനെ 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 തന്നെ ജപിച്ചു പോകുകയല്ല ചെയ്യുന്നത്, അത് നമ്മൾ തിരിക്കണം എന്നാണ് പറയുക. എങ്ങനെയാണ് തിരിക്കുന്നത്? 2 രീതിയിൽ നമുക്ക് തിരിക്കാം. നമ്മളിങ്ങനെ വന്നിട്ട് നമ്മളുടെ ഈ പെരുവിരൽ താഴത്തേക്ക് ഇങ്ങനെ ഇടും. പെരുവിരൽ താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ തിരിക്കും. പെരുവിരൽ താഴെ ഇട്ടിട്ട് ഈ മാല തിരിക്കും. അതായത് 108ാമത് നമ്മൾ ജപിച്ച ഒരു അടുത്ത 1ാമത്തെ ആയി മാറണം, 1ാമത്തെ മുത്തായിട്ട് മാറണം. ഇത് കുറച്ച് നാളത്തെ പരിശീലനം കൊണ്ടാണ് നമുക്കിത് സാധിക്കുക. 108ാമത്തെ ഈ ഒരു മുത്തിനെ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇതിങ്ങനെ തിരിക്കും. ഇങ്ങനെ തിരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് 108ാമത്തെ മുത്ത് പിന്നീട് 1ാമത്തെ മുത്തായിട്ട് മാറും. അപ്പൊ ആ ഒരു രീതി നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ 108 എത്തിക്കഴിഞ്ഞ് അടുത്ത കൈ കൊണ്ട് ഇതിനെ തിരിച്ചിങ്ങനെ ഇടാം. മറ്റതാണ് ശാസ്ത്രീയമായിട്ടുള്ളത്. ഇല്ലെങ്കിൽ 108ാമത്തെ മുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ കൈ ഉപയോഗിച്ച് ഈ 108ാമത്തേനെ 1ാമത്തെ മുത്താക്കി നമുക്ക് തിരിച്ചിടാൻ കഴിയും. മറ്റൊരു രീതി പഠിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇങ്ങനെ തിരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. എന്തിനാണ് ഈ ജപമാല ഉപയോഗിക്കുന്നത്? നമ്മൾ ഒരു മന്ത്രം 1,00,000 തവണ ജപിക്കാനായിട്ട് തീരുമാനിച്ചു. ഇപ്പൊ ലഘു പഞ്ചാക്ഷരി പുരസ്ചരണം എന്ന് പറയുന്ന ഒരു സാധനയുണ്ട്. ആ സാധനയിൽ നമ്മൾ പഞ്ചാക്ഷരി മന്ത്രം, പരമേശ്വരന്റെ മന്ത്രം, ഓം നമ ശിവായ എന്ന അതിശക്തമായ മന്ത്രം 1,50,000 തവണ, അതാണ് ലഘു പുരസ്ചരണം, 1,50,000 തവണ നമ്മൾ ജപിക്കണം. അപ്പൊ ഈ എണ്ണം നമുക്ക് കയ്യിൽ പിടിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്.
ഇല്ലെങ്കിൽ മനസ്സിൽ എണ്ണി മനസ്സിലാക്കുക പ്രയാസമാണ്. അപ്പൊ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഈ മാല ഉപയോഗിക്കുക. ഈ ഒരു മാലയില് 108 മണികളാണുള്ളത്. അപ്പൊ ഇത് ഒരു തവണ ചൊല്ലിക്കഴിയുമ്പോൾ 108 മന്ത്രം നമ്മൾ ചൊല്ലി. അപ്പൊ 1000 തവണ മന്ത്രം ജപിക്കണമെങ്കിലോ ഇത് ഏകദേശം ഒരു 10 മാല നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ അല്ലേ 1000-ൽ കൂടുതൽ മന്ത്രങ്ങൾ ജപിക്കാൻ പറ്റും. 10,000 ആണെങ്കിലും 20,000 ആണെങ്കിലും 30,000 ആണെങ്കിലും 50,000 ആണെങ്കിലും ഈ മാല അതിന്റെ എണ്ണം കണക്കാക്കാനായിട്ടാണ് ഉപയോഗിക്കുക. അതാണ് ഒന്ന് ജപമാലയുടെ പ്രത്യേകത. അതായത് മന്ത്രജപത്തിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ജപമാല നമ്മളെ സഹായിക്കുന്നു. 2, നമ്മളുടെ ശരീരത്തിൽ ഉള്ള 108 മർമ്മങ്ങൾ അല്ലെങ്കിൽ ചക്ര ഉപചക്രങ്ങൾ യോഗ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ പ്രദാനം ചെയ്യുന്നതാണ് ജപമാല. 108 മണികളും 108 എനർജി സെന്ററുകളെ പ്രതിദാനം ചെയ്യുന്നു. അപ്പോൾ ഓരോ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ആ എനർജി സെന്ററുകൾക്ക് ആക്ടിവേഷൻ ഉണ്ടാകുമെന്ന് യോഗിമാര് പറയുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് എത്ര എണ്ണം ജപിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് ജപമാല ഉപയോഗിക്കുന്നു. 2, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ 108 ചക്ര ഉപചക്രങ്ങൾ എനർജി സെന്ററുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ ആയിട്ട് ജപമാലയിലെ ജപം നമ്മളെ സഹായിക്കും. ദിവസവും നമ്മൾ ഈ ജപമാലയിൽ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പവർ ഉണ്ടാകും. ഇത് ഒരു ശക്തി വരും. അപ്പോൾ ഒരു ശക്തിമത്തായിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്തും സങ്കടം ഉണ്ടാകുന്ന സമയത്തും ഒക്കെ ഈ ജപമാല നമ്മളെടുത്ത് കഴുത്തിൽ ധരിച്ച് ആ ദേവതയെ ഒന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വേഗത്തിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം നിത്യവും ജപമാലയിൽ ജപം ചെയ്യുക വഴി ഇതിനൊരു ശക്തി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ജപമാലയിലുള്ള മന്ത്രജപത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമസ്തേ. ഓം നമഃ ശിവായ.